ആകാശവാണി. നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണ രീതി എന്നിവ കാരണം ചെറുപ്പക്കാരിലും ഇന്ന് ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കാണപ്പെടുന്നു. എല്ലാ വർഷവും മെയ് 17 ആഗോളതലത്തിൽ ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വ്യക്തി, സമൂഹം, ആരോഗ്യ സംവിധാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെങ്കിലും പലർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ രക്താതിമർദ്ദമുള്ള 4-ൽ ഒരാൾക്ക് മാത്രമേ ഈ അവസ്ഥയെ വേണ്ടത്ര നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. രക്താതിമർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, പതിവ് നിരീക്ഷണം, സുസ്ഥിരമായ ചികിത്സ എന്നിവ രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട മിക്ക സങ്കീർണതകളും തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദം ഒരുമിച്ച് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വ്യക്തമായ കാരണമില്ലാതെ തന്നെ പതുക്കെ വികസിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആകട്ടെ വൃക്കരോഗം, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റു രോഗങ്ങൾ മൂലമാണുണ്ടാകുന്നത്. അമിത ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, അമിതവണ്ണം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളാണ്. കൂടാതെ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഹൈപ്പർ ടെൻഷന് കഴിയും. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ആരോഗ്യ പ്രശ്നത്തെ അറിയാതെ പോവുകയാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ദിവസവും 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും പക്ഷാഘാത സാധ്യത ഒഴിവാക്കാനും സഹായിക്കും. ശരീരം ഉറങ്ങുമ്പോൾ തലച്ചോറ് സാധാരണയായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിനാൽ തന്നെ രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങളൊന്നും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലയ്ക്ക് പുറകിൽ വേദന, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങിപ്പോകുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ചില ലക്ഷണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ഹൈപ്പർ ടെൻഷനെ കുറിച്ച് തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സനിത ആകാശവാണിയോട്. സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ലോകത്തിലെ ഏറ്റവും സാധാരണമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ ശരീരത്തെ നിശബ്ദമായി ബാധിക്കുന്നതിനാൽ ഇതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് 2 കമ്പോണന്റ് ആണ് ഉള്ളത്: സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും. സിസ്റ്റോളിക് ബി പി എന്നാൽ ഹൃദയം ചുരുങ്ങുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദവും, ഡയസ്റ്റോളിക് ബി പി ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും 2ആയി തിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് അധികമായ ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, ഒബേസിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ യൂസ്, സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്നിവയാണ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വയസ്സ്, കുടുംബ പാരമ്പര്യം, ജനറ്റിക് ഫാക്ടേഴ്സ് എന്നിവയും വരുന്നു. ഹൈപ്പർ ടെൻഷൻ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. ഹൃദയത്തിൽ അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ എന്നിവ ഉണ്ടാക്കുന്നു. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ഹൈപ്പർടെൻസീവ് എൻസെഫലോപ്പതി, കിഡ്നിയിൽ ക്രോണിക് കിഡ്നി ഡിസീസ്,
കണ്ണുകളിൽ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്നിവ ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. സിംറ്റംസ് തലവേദന, തലചുറ്റൽ, നെഞ്ചിടിപ്പ്, കാഴ്ചമങ്ങൽ എന്നിവയാകാം. ചില സമയത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുക. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസ്ഫങ്ഷൻ എന്നിവയായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അമിതമായ ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ, സംസ്കരിച്ച പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാരയുടെ അമിതോപയോഗവും രക്തസമ്മർദ്ദത്തെ ദോഷകരമായി ബാധിക്കും. പുകവലിയും മദ്യപാനവും രക്തധമനികളുടെ ഇലാസ്തികത കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലിക്കുക. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, മെഡിറ്റേഷൻ, മതിയായ ഉറക്കം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്. ഹൈപ്പർ ടെൻഷൻ ഉയർത്തുന്ന ശാരീരിക, മാനസിക വെല്ലുവിളികളെ തടയാൻ സന്തുലിതമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിന്റെയും പ്രോട്ടീനിന്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറച്ചു വെക്കണം. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ, പോർക്ക്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ജാമ, സ്ക്വാഷ് പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, ഹോട്ടൽ ഫുഡുകൾ എന്നിവ പതിവായി കഴിക്കരുത്. ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ നിയന്ത്രിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാ വെള്ളം എന്നിവ ഒഴിവാക്കണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഡാഷ് ഡയറ്റ് അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിന്റെ പ്രത്യേകത ഇതിൽ കൂടുതൽ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴിയിറച്ചി, മുട്ട എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല, ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത കൂട്ടി രക്തം കട്ട പിടിക്കുന്ന പ്രവണത കുറയ്ക്കും. ആൽഫ ലിനോലെനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, പാട നീക്കിയ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. വെണ്ണ, നെയ്യ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ എന്നിവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നില ഉയർത്തി രക്താതിസമ്മർദ്ദവും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. നിയന്ത്രണ വിധേയമായ ഉപയോഗത്തിൽ ബദാം, വാൾനട്ട്, കശുവണ്ടി എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇടനേരാഹാരമായി പച്ചക്കറി സാലഡുകൾ ഉൾപ്പെടുത്താം. കുക്കുംബർ, സവാള, ക്യാരറ്റ് എന്നിവ വളരെ ഗുണം ചെയ്യും. സ്ത്രീകളുടെ ആരോഗ്യ കാര്യത്തിൽ ഗർഭകാലത്തെ രക്തസമ്മർദ്ദം അതീവ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അക്കാലയളവിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും അനിവാര്യമാണ്. ഗർഭകാലത്ത് മാത്രമല്ല, പ്രസവാനന്തരവും രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷവും കൃത്യമായ നിരീക്ഷണം തുടരണം. അതിനാൽ ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും പോഷകാഹാരവും മതിയായ വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം. ആരോഗ്യവാനായ ഒരു കുഞ്ഞിനും സുരക്ഷിതമായ പ്രസവത്തിനും ഗർഭകാലത്തെ രക്തസമ്മർദ്ദ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രീതി രാജന്റെ വാക്കുകളിലേക്ക്.
100 ഗർഭിണികളെ എടുത്താൽ 5 മുതൽ 10 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടുവരുന്നു. ഇത് പലതരത്തിലാകാം. ഗർഭമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മാസത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. 5 മാസം കഴിഞ്ഞുണ്ടാകുന്ന ഹൈപ്പർടെൻഷനെ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും. രക്തസമ്മർദ്ദം കൂടി ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ക്രോണിക് ഹൈപ്പർടെൻഷൻ ഉള്ളവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന BP-യുടെ മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്ലഡ് പ്രഷർ 140/90 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ 4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ബ്ലഡ് പ്രഷർ പരിശോധിച്ച് കൂടുതലാണ് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. BP 160/110 മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സിവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഉണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തോടു കൂടെ മൂത്രത്തിൽ ഉപ്പ് കാണുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ പ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ടപിടിക്കുന്ന അണുക്കളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ഇതിനെ സിവിയർ പ്രീ എക്ലാംസിയ എന്ന് വിളിക്കും. എന്നാൽ ഹൈപ്പർ ടെൻഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഗർഭകാലത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഭാവിയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ്. തെറ്റായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, അമിതവണ്ണം എന്നിവയാണ് കുട്ടികളിലെ ഹൈപ്പർ ടെൻഷന്റെ പ്രധാന കാരണങ്ങൾ. പഠന സമ്മർദ്ദവും ദീർഘനേരം മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതും പോഷകാഹാരങ്ങൾ ശീലിപ്പിക്കുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുമ്പോൾ മാത്രം BP ഉയർന്നു കാണുന്ന അവസ്ഥയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ. ആശുപത്രി അന്തരീക്ഷത്തോടുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവ കാരണമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദം ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വർദ്ധിക്കുന്നത്. എന്നാൽ ഇവർ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ BP സാധാരണ നിലയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമില്ലാത്തവർ പോലും ഈ അവസ്ഥ കാരണം തെറ്റായ ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായി വീട്ടിലിരുന്ന് വിശ്രമവേളയിൽ BP പരിശോധിക്കുന്നതും അതിന്റെ കൃത്യമായ കണക്കുകൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകൾ, ഡിജിറ്റൽ BP മോണിറ്ററുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വന്തം ആരോഗ്യനില ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രായമായവർക്കും ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വയം നിരീക്ഷിക്കാനും അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇത്തരം സ്മാർട്ട് ഉപകരണങ്ങൾ മികച്ചൊരു സഹായിയാണ്. ജീവിതശൈലിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2025 ഗ്ലോബൽ ഹൈപ്പർ ടെൻഷൻ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള 1.4 ബില്യൺ ആളുകൾ ഈ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 2025 സർവേ പ്രകാരം 2017-18 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗ സാധ്യത 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് 35 മുതൽ 39 വയസ്സ് വരെയുള്ളവരിൽ ഈ രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിംഗ് 35 വയസ്സ് മുതൽ തന്നെ ആരംഭിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ കൈകളിലാണ്. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ.